അങ്ങനെ കണ്ണൂരിലെ അഭ്യൂഹങ്ങൾക്ക് ഈ നിമിഷം വിരാമമാവുകയാണ്. ഇന്നലെയും ഇന്നുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കെ സുധാകരനെ കുറിച്ചാണ്. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുമോ അതോ അദ്ദേഹം UDF-എതിരായി തിരിയുമോ എന്നുള്ള സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇന്നിതാ കെ സുധാകരൻ തന്നെയാണ് കണ്ണൂർ ടൗണിൽ സ്ഥാനാർത്ഥി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയോ സസ്പെൻസുകൾ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് മുൻപ് എപ്പോഴും ഒരു സംഭാഷണത്തിൽ ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ സസ്പെൻസുകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ചേട്ടൻ മുന്നിൽ ഇരിക്കുന്നത്. പ്രശാന്ത്, ഇതില് പ്രത്യേകിച്ചൊരു സസ്പെൻസ് എന്നല്ല, ബഹുമാനപ്പെട്ട ഈ എന്താ പറയാ കുമ്പക്കൊടി സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര്. കെ സുധാകരൻ. കുമ്പക്കൊടി സുധാകരൻ അടുത്ത നിയമസഭയിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമ്പോൾ അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. നമുക്ക് ഇപ്പോഴേ തന്നെ അത് നമ്മൾ പറയുകയാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. കുമ്പക്കൊടി സുധാകരൻ കേരളത്തിന്റെ അടുത്ത ആഭ്യന്തരമന്ത്രി. പ്രഡിക്ഷനാണ്. യെസ്. അത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കും. ഇനി ഉള്ള മണിക്കൂറുകളിൽ AICC ഇവിടുത്തെ കേരള ഘടകത്തിന് കൊടുക്കുന്ന പട്ടികയിൽ കുമ്പക്കൊടി സുധാകരൻ ഉണ്ടാകും. അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം കേരളത്തിന്റെ അടുത്ത ആഭ്യന്തരമന്ത്രിയുമാകും. ഇത് പറയുന്നത് എൻ്റെ പ്രഖ്യാപനമല്ല, എൻ്റെ ഈ പറയുന്ന പോലെയുള്ള പിന്നെ എന്താ പറയാ രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാട് അല്ല, എൻ്റെ പ്രഡിക്ഷൻ അല്ല. ഇത് ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ, നമ്മുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള തിരുവനന്തപുരത്തെയും മറ്റു ജില്ലകളിലെയും മാധ്യമപ്രവർത്തകരുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുമ്പോൾ അവരിൽ 1-2 പേർ എന്നോട് പറഞ്ഞത്, കണ്ണൂരുള്ള ഒരു മാധ്യമപ്രവർത്തകനും തിരുവനന്തപുരത്ത് തന്നെ ഒരു മാധ്യമപ്രവർത്തകനും പറഞ്ഞത്, കുമ്പക്കൊടി സുധാകരൻ ആഭ്യന്തരമന്ത്രി ആണ്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയായിരിക്കും കേരളത്തിന്റെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, അതിന് അധികാരത്തിൽ വരണമെങ്കിൽ സുധാകരൻ മത്സരിക്കണം. കണ്ണൂർ സുധാകരൻ മത്സരിക്കണം. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കണം. ഇങ്ങനെ 2 MP മാർക്ക്. അല്ല, ഈ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമ്പോൾ VD സതീശനല്ലേ കുറച്ചുകൂടി? അല്ല, രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞു, രമേശിന്റെ അനുജന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് രമേശ് എന്ന് ആൾറെഡി VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു അവർ തമ്മിൽ കോൺഗ്രസിനകത്ത് ഈ ഒരു വിഷയം, അതായത് ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മറ്റ് മാധ്യമപ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും. ആഭ്യന്തരമന്ത്രിയായി ബഹുമാനപ്പെട്ട കുമ്പക്കൊടി സുധാകരൻ വരും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുമ്പക്കൊടി സുധാകരനോട്, അതായത് ബഹുമാനപ്പെട്ട കെ സുധാകരനോട് അടുത്ത് നിൽക്കുന്നത് ആകെ ഈ പറയുന്ന രീതിയിൽ രമേശ് ചെന്നിത്തല മാത്രമാണ്. രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ചേർത്ത് നിർത്തുന്നത്. രമേശ് ചെന്നിത്തല ചേർത്ത് നിർത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ സുധാകരൻ വിഷയം കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. ആകപ്പാടെ CPM-ന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സുധാകരൻ ഇന്നലെ അദ്ദേഹം ഈ പറയുന്ന അമ്പലപ്പുഴ പറയുമ്പോൾ നമുക്ക് പ്രതിഭ ഹരി എന്നൊരു CPM-ന്റെ നേതാവുണ്ട്, അതായത് കായംകുളത്ത്. അവിടെയും ഇത്തരത്തിൽ കടുത്ത വിഭാഗീയത വല്ലാതെ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ് പ്രതിഭ ഹരി. പ്രതിഭ ഹരി തുടങ്ങി ഈ പറയുന്ന സുധാകരൻ തുടങ്ങി പുറത്തു പറയാൻ, അതായത് CPM-നകത്തുള്ള ആഭ്യന്തര പ്രശ്നം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. ഒരു സുധാകരൻ മാത്രമാണ് ഇത് പറഞ്ഞത്. മറ്റിടങ്ങളിൽ മറ്റുള്ളവർ നിശബ്ദരാണ്. പക്ഷേ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അഗ്നിപർവ്വതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ആ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് വോട്ടാണ്. സാധാരണ ഈ പറയുന്ന അവരുടെ പാർട്ടി പ്രവർത്തകരല്ല, അതിലൊന്നും പെടാത്ത സാധാരണ ജനം എല്ലായിടത്തുമുണ്ട്. ഇന്നലെ വരെ സംസാരിച്ചതിൽ നിന്നും ഇന്ന് ചേട്ടൻ ടോണിൽ ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ എന്നൊരു ഇതിലേക്കായി. കാരണം ചേട്ടാ, കോൺഗ്രസ് വരുമെന്നത് ഉറപ്പല്ലേ? കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും പലയിടങ്ങളിലും സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ എന്തെങ്കിലും ഇവർക്ക് മിനിമം സീറ്റുകൾ ഒപ്പിക്കാൻ സാധിക്കില്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ വിഭാഗീയത ഒന്നും തന്നെ ഇല്ലാതെ എന്താ പറയുക, കൊഴിഞ്ഞു പോയതിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മതില് കെട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എന്താ പറയുന്ന കോൺഗ്രസ് വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന കണക്കുകൾ പ്രകാരം ഒരു മതില് കെട്ടി അതിനുള്ളിലേക്ക് വോട്ടുകളെല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. VDSന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു എന്താ പറയുന്നത് ഒരു മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തവണ അധികാരം അത് കോൺഗ്രസിന്റെ പക്ഷത്ത് തന്നെ അല്ലേ? എനിക്ക് കാറ്റ് കോൺഗ്രസിന്റെ ഭാഗത്തേക്കാണോ എന്നൊരു സംശയമുണ്ട്. അതായത് പ്രശാന്ത്, നമ്മളിപ്പോൾ പ്രശാന്തിനോട് ചോദിച്ചു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമോ, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമെന്ന്. കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിൽ ഒരു തർക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ തർക്ക വിതർക്കങ്ങൾക്ക് ഒരു അവസാനം വേണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്നുമുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഈ മറ്റു മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതയുണ്ട്, അദ്ദേഹം ഹരിപ്പാട് നിന്നാണ് മത്സരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന പ്രതിഭാകരിയും ജി സുധാകരനും ഒക്കെ ആലപ്പുഴയിൽ വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു വോട്ട് എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിക്കൊപ്പം ഈഴവ കമ്മ്യൂണിറ്റിയുമുണ്ട്. ഹരിപ്പാട് നിന്നാണ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നത്. ആലപ്പുഴയിൽ ഇത്തരത്തിൽ ജി സുധാകരൻ വിഷയം നിൽക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ ചിത്തരഞ്ജനാണ് പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ മറ്റൊരു സ്ഥാനാർത്ഥി ചിത്തരഞ്ജനാണ്. ചിത്തരഞ്ജനെയൊക്കെ ജനത്തിന് അത്ര കണ്ട് താല്പര്യമാണോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ചിത്തരഞ്ജൻ, പിന്നെ എച്ച് സലാം, പ്രതിഭാഹരി, ഇങ്ങനെയുള്ള നിരവധി CPM നേതാക്കൾ ഒരിക്കൽ കൂടി മത്സരിക്കുകയാണെങ്കിൽ പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമാവുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ പാർട്ടി വോട്ടല്ല, സാധാരണക്കാരൻ്റെ വോട്ട് തീരുമാനിക്കും ആലപ്പുഴയിൽ ആര് ജയിക്കണമെന്ന്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കുമ്പോൾ ഹരിപ്പാട് എന്നല്ല ആലപ്പുഴയിൽ മൊത്തത്തിൽ ഈ ഫാക്ടർ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ NSSന്റെ വോട്ട്, SNDP വോട്ട് ഒക്കെ എനിക്കിപ്പോഴും സംശയം ബാക്കി രമേശ് ചെന്നിത്തലയ്ക്ക് വേണം, അദ്ദേഹത്തിന് ഇത് കിട്ടണം. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിക്കട്ടെ. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ സുധാകരന്റെ എഫക്റ്റ്, സുധാകരൻ ഒരു SNDP സമുദായത്തിന്റെ ആളാണ്, ഈ പറയുന്ന ബഹുമാനപ്പെട്ട പിന്നെ അടൂർ പ്രകാശ് SNDP സമുദായത്തിന്റെ ആളാണ്. അപ്പൊ ഇത്തരത്തിൽ KC വേണുഗോപാൽ നയിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ നോക്കുന്ന രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവായി നിൽക്കുമ്പോൾ അദ്ദേഹം ജയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ ആവശ്യം. അത് നമ്മൾ വോട്ടിംഗ് ശതമാനമാണ് പറഞ്ഞു പോകുന്നത്. 27-28% വോട്ട് SNDP കമ്മ്യൂണിറ്റിക്ക് ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ കുറേയധികം വോട്ട് BJPയിലേക്ക് പോയി കഴിഞ്ഞു. കാര്യം BJPയിലേക്ക് വോട്ട് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും വല്ലാത്ത ഒരു ഇതാണ്, അവർക്ക് അവരുടെ വോട്ട് നഷ്ടമാകുന്നുണ്ട്. ഇപ്പം CPMന്റെ വോട്ട് എന്ന് പറയുന്നത് SNDP എന്ന് പറയുമ്പോൾ അതിന്നും വോട്ടുണ്ട് BJPയിലേക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്സഭ പോലെയോ മറ്റ് തദ്ദേശ ഇലക്ഷൻ പോലെയോ അല്ലല്ലോ. അപ്പം ശിവഗിരി സ്വാമിമാർ പറഞ്ഞു SNDP കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം ഇല്ല എന്ന്. അവർ തന്നെ എഴുതി കൊടുത്ത പിന്നെ ലിസ്റ്റുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോഴും എൻ്റെ സംശയം, മുൻപ് പറഞ്ഞ എൻ്റെ സംശയം ഇപ്പോഴും ബാക്കിയാണ്. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? റിപ്പോർട്ടുകൾ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ ഷുക്കൂറിന്റെ പേര് വരുന്നുണ്ട്. ഷുക്കൂറിന്റെ പേരല്ല, കൺഫേം അങ്ങനെ ഇല്ല. നമ്മളിപ്പോ ഇപ്പൊ ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ ഇന്ന് ഉച്ചയോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഇന്ന് ഉച്ചയോട് വരത്തില്ല. ഇനി ഈ വരുന്ന തിങ്കളും ചൊവ്വയും ഇനിയും ഡൽഹിയിൽ ചർച്ച ബാക്കിയുണ്ട്. അപ്പൊ M ലിജുവിന്റെ പേരും കേൾക്കുന്നുണ്ട്. M ലിജുവിന്റെ പേര് കേൾക്കുന്നതിനോടൊപ്പം ഷുക്കൂറിന്റെ പേരും കേൾക്കുന്നുണ്ട്. ഷുക്കൂർ രമേശ് ചെന്നിത്തലയുമായി അനുകൂലിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷുക്കൂറിന്റെ പേരും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജയം, കോൺഗ്രസിന് അൾട്ടിമേറ്റ് ജയമാണ് ആവശ്യം. ഇനിയൊരു CPM അല്ലെങ്കിൽ പിണറായി സർക്കാർ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് കോൺഗ്രസ് നേതൃത്വം. പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ K സുധാകരൻ വിജയിക്കും അല്ലെങ്കിൽ മത്സരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം കണ്ണൂർ K സുധാകരൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല, അദ്ദേഹം വിജയിക്കും. K സുധാകരൻ കണ്ണൂർ മാത്രമല്ല, K സുധാകരൻ കേരളത്തിൽ മൊത്തത്തിൽ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. എനിക്കറിയാം. അല്ല, അതൊക്കെ കുഴപ്പമില്ല, ഞാനത് പറഞ്ഞതാണ്. അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% കൺഫർമേഷൻ ആണ് എന്നിരിക്കെ അദ്ദേഹം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആകുമെന്നാണ്. എന്താണെങ്കിലും കേസ് വിജയിക്കട്ടെ. അതുപോലെ തന്നെ കേസ് ഒരു ചുണയുള്ള ഒരു കാര്യം കൂടെ എന്നോട് ഞാൻ പൂർത്തിയാക്കുന്നേ ഉള്ളൂ. പ്രശാന്തിനെ തന്നെ പൂർത്തിയാക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞല്ല, പ്രശാന്തിനെ പൂർത്തിയാക്കാം. അതായത് പ്രശാന്ത് എന്നോട് ഇപ്പൊ ചോദിച്ചു ഇവർ തന്നെ തിരികെ വരുമോ എന്ന് പ്രശാന്തിനോട് ചോദിച്ചു. പ്രശാന്ത്, നമ്മൾ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് മറ്റു മാധ്യമപ്രവർത്തകരുമായി നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത് തന്നെയാണ്. അല്ലാതെ നമുക്കിപ്പോ അവിടെ പോയി ലൊക്കേഷനിൽ പോയി അറിയില്ല. നമ്മളെക്കാളും ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരെന്നോട് ഏഷ്യാനെറ്റിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഇപ്പോഴത്തെ പോക്ക്, താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ കാറ്റ് കോൺഗ്രസിനാണ് അനുകൂലമായി പോകുന്നത്. ഇതിനൊരു തീരുമാനം ഇപ്പോൾ K സുധാകരൻ മത്സരിക്കണം, അടൂർ പ്രകാശ് മത്സരിക്കണം. അത് ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാതിനിധ്യം വരത്തക്ക രീതിയിൽ വന്നാൽ CPMന്റെ വോട്ട് ഇവരിലേക്ക് പോകാനുള്ള സാധ്യത. കാര്യം ഇങ്ങനെ ആടി നിൽക്കുന്ന കുറെ വോട്ടുകളുണ്ട്. എന്താണെങ്കിലും ചങ്കൂറ്റമുള്ള ഒരു ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. കുറച്ച് നാളുകളായി അത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ആഭ്യന്തരമാകപ്പാടെ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കേസ് വരട്ടെ, കേസ് വിജയിക്കട്ടെ, ആഭ്യന്തരം കേസിലൂടെ നല്ല ചുണയോടുകൂടി മുന്നേറട്ടെ. നമുക്കും കാത്തിരിക്കാം.